സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ശല്യം രൂക്ഷമാവുകയാണ്. വയനാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്താൻ ഡ്രോൺ പരിശോധന നടത്തി. കാട്ടാനയുടെ മുന്നിൽ നിന്ന് സ്കൂട്ടർ യാത്രക്കാരെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പാലക്കാട് പുലിയും പത്തനംതിട്ട ജനവാസ മേഖലയിൽ കാട്ടാനയും ഇറങ്ങിയത് ഭീതി പരത്തി. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച വയനാട് തലപ്പുഴയിൽ ഡ്രോൺ പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. 14 ക്യാമറ ട്രാപ്പുകളും 2 ലൈവ് ക്യാമറകളും ഇവിടെ സ്ഥാപിച്ചു. അന്ന് കണ്ട ദിവസം മുതൽ അന്ന് പറയുന്ന ദിവസം മുതൽ തന്നെ ഞങ്ങളിവിടെ ഫുൾ ടൈം പട്രോളിങ്ങും ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഥാപിച്ച ക്യാമറയിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കൂടുതൽ സ്ഥലത്ത് നമ്മൾ ക്യാമറകൾ വെക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പിക്ചേഴ്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. പ്രദേശവാസികൾക്ക് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. പാടിവയലിൽ കാട്ടാനയുടെ മുന്നിൽ നിന്ന് സ്കൂട്ടർ യാത്രക്കാരി വടുവഞ്ചാൽ സ്വദേശി മുർഷിദ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട്. പുതിയപാടി ആ വളവിൽ വെച്ചിട്ട് പെട്ടെന്ന് ആനേനെ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് നിർത്താനും തിരിച്ചു പോകാനുള്ള ഒന്നൊരു സ്ഥലമല്ലാണ്ട് അത്രയും അടുത്തെത്തിയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാന്നുള്ള ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പാസ് ചെയ്ത് പോയി. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. പുലിയുടെ മുന്നിൽ അകപ്പെട്ട പനംകുറ്റി സ്വദേശി ഡിബി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരം. മസ്തകത്തിലെ മുറിവ് പുഴുവരിച്ച നിലയിലാണ്. ആനയ്ക്ക് ചികിത്സ നൽകിയെങ്കിലും ഫലം കണ്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 വയനാട്.